അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ട്രക്കിങ്ങിന് ഉണ്ടായിരുന്ന എല്ലാവരും ഇന്നും നമ്മളിവിടെ ട്രക്കിങ്ങിനുണ്ട്. ജഗദീഷ് അണ്ണൻ, രാധാകൃഷ്ണ മാമൻ, വിനീത് അണ്ണൻ, പിന്നെ വിഷ്ണു ബ്രോ. അപ്പം വള്ളക്കടവ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന ഒരു ട്രക്കിങ്ങാണ് ഗവി ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു ട്രക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ ട്രക്കിങ്ങിൽ അത്യാവശ്യം അനിമൽ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലുള്ള സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗവി യാത്ര അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കൂട്ടത്ത് വന്ന ഓരോരുത്തരൊക്കെ ചോദിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രക്കിങ് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗവി ട്രക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് നമ്മുടെ ട്രക്കിംഗ് ഗവി? വള്ളക്കടവ് ഫോറസ്റ്റ് ഡിവിഷൻ്റെ നമ്മുടെ ഗവി എക്കോ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രക്കിംഗ് പാക്കേജാണിത്. ഇന്നലത്തെ പോലെ നമ്മുടെ തൊണ്ടിയാറിൻ്റെ പോലെ അത്ര ഒരു വലിയ ട്രക്കിംഗ് അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ഇവിടെ വനത്തിനുള്ളിലൂടെയുള്ള ഒരു ട്രക്കിംഗ് ആണ്. അനിമൽ സൈറ്റിംഗ് ചാൻസ് വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ ഗവി മേഖല എന്ന് പറയുന്നത്. സോ വിൽ ഹോപ്പ് ഫോർ സംതിങ്. താങ്ക് യു. ഇതാണ് നമ്മുടെ ജഗദീഷ് അണ്ണനാണ് നമുക്ക് ഈ പാക്കേജും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത്. അണ്ണാ, നമ്മുടെ ഗവി ട്രക്കിങ്ങിനെ കുറിച്ചൊന്ന് പറയുമോ? ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഗവി വരുന്നത്. അത്യാവശ്യം കൊള്ളാം, നല്ല സൈറ്റിങ്സും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണെന്നുള്ളത്. അതെ, ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ പൊളിയാണ്. പിന്നെ അത്യാവശ്യം നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ബാക്കി നിങ്ങൾക്ക് വീഡിയോ കാണാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രക്കിങ്ങിൽ നമുക്ക് നമ്മുടെ ശബരിമല സന്നിധാനത്തിൻ്റെ വ്യൂ പോയിൻ്റ് നല്ല രീതിക്ക് കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മുമ്പൊരു ദുരന്തമുണ്ടായ പുല്ലുമേട് അതിവിടെ നല്ല ക്ലിയറായി തന്നെ കാണാൻ പറ്റും. പിന്നെ സത്രം, ആ ഒരു ഭാഗങ്ങളെല്ലാം വളരെ വലിയൊരു ലാൻഡ്സ്കേപ്പിൽ തന്നെ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു പാക്കേജ് എടുത്ത് ഇവിടെ വന്ന് ഒന്ന് കാണാൻ ശ്രമിക്കണം. ഗവി പോകാൻ വേണ്ടി നമ്മുടെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണെങ്കിൽ കൊണ്ട് കാണിക്കേണ്ട ഓഫീസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇത് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഈ ഒരു സ്പോട്ടിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ ചെക്ക് പോസ്റ്റ് കയറിയാണ് കേട്ടോ നമ്മൾ ഗവിയിലേക്ക് പോകേണ്ടത്. ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയുടെ പാസും കാര്യങ്ങളൊക്കെ കാണിക്കണം. ഗവിയിലെ ഈ ഒരു ട്രക്കിംഗ് ആരംഭിക്കുന്നത് രാവിലെ 8 മണിക്കാണ്. 8 മണിക്ക് ആരംഭിക്കുന്ന ട്രക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ എത്താനായിട്ട് നല്ല ദൂരമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിരുന്നത് തേക്കടിയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റിട്ട് നേരെ തേക്കടിയിൽ നിന്ന് കുമളി വന്നു. കുമളിയിൽ നിന്ന് നേരെ വണ്ടിപ്പെരിയാറിൽ നിന്ന് സത്രം വഴി ശബരിമല പോകുന്നൊരു റൂട്ടുണ്ട്. അവിടെ നിന്ന് മുന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു കവാടമാകുന്നത്. അവിടെ നിന്നും ഏകദേശം ഒരു 16 കിലോമീറ്ററിലധികം ഉണ്ട് നമുക്ക് ഈ ഒരു ഗവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഉൾവനങ്ങളാണ്. അപ്പോൾ ഈ ഒരു വനത്തിനകത്തോട്ട് ഗവി യാത്രക്കാർക്ക് മാത്രമാണ് പ്രവേശനമുള്ളത്. പിന്നല്ലാതെ ഈ ശബരിമലയ്ക്ക് പോകുന്ന യാത്രക്കാരുണ്ടല്ലോ, ഈ പുല്ലുമേട് വഴി പോകുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് പിന്നെ പോലീസ് സംവിധാനങ്ങളൊക്കെ ഇതുവഴി യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഗവി വരെയുള്ള ഈ ഒരു 16 കിലോമീറ്റർ വനത്തിനകത്തുകൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അതിഭയാനകമായിട്ടുള്ള യാത്രകളാണ്. നമുക്ക് വന്യമൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ആന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സൂക്ഷിച്ച് വേണം ഈ ഒരു വഴി കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ ഒരു വഴി കൂടെ പോയപ്പം കണ്ടൊരു കാഴ്ചയെന്ന് പറയുന്നത് അധികം ബൈക്ക് യാത്രക്കാരെയൊന്നും കാണാറില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ബൈക്ക് യാത്രക്കാരെ കയറ്റി വിടത്തില്ല. ഇതിനകത്ത് കുറച്ച് ആൾതാമസമുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ താമസിക്കുന്നവരാണ് ബൈക്കിലൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. പിന്നെ അല്ലാതെ പോലീസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇതുവഴി പോകുന്നത് കാണാൻ സാധിച്ചത് ബൈക്കിൽ. അല്ലാതെ ആരും ഇതിലെ ബൈക്കിൽ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. കൂടുതലും കാറും പിന്നെ നമ്മുടെ KSRTCയുടെ സഫാരി വണ്ടിയുണ്ട്. പിന്നെ അല്ലാതെ ഗവിയുടെ തന്നെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ വണ്ടിയുണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് കൂടുതൽ യാത്രക്കാർ ഈ ഒരു പെരിയാർ ടൈഗർ റിസർവ് ഉൾപ്പെട്ട ഗവിയിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം പതിയെ നിരീക്ഷിച്ചാണ് പോകുന്നത്, എന്തെങ്കിലും വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയെ സ്ലോ ആയാണ് നമ്മുടെ യാത്ര പോകുന്നത്. 9 മണിക്കകം തന്നെ നമ്മൾ ഗവിയിലെത്തണം. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ട്രക്കിംഗ് പാക്കേജ് ഫുള്ളുമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പാക്കേജ് എടുത്ത് നമുക്ക് പോകുമ്പം ഈ ഒരു വനത്തിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഈ ഒരു 16-18 കിലോമീറ്ററോളം വരുന്നൊരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട ഒരു യാത്ര തന്നെയാണ് ഈ ഒരു വനത്തിൻ്റെ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാരും വലിയ വണ്ടികളിലൊക്കെയാണ് വരുന്നത്. കൂടുതൽ ആൾക്കാരും പിന്നെ ഈ സഫാരി ഉണ്ടല്ലോ, KSRTCയുടെ സഫാരി വണ്ടി, പിന്നെ അല്ലാതെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ സഫാരി വണ്ടി, അതിലൊക്കെ വരുന്നതാണ് കൂടുതലായിട്ടും കാണാൻ സാധിച്ചത്. പിന്നെ അല്ലാതെ ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ, സത്രം വഴി പിന്നെ നമ്മുടെ കുമളി വഴി വണ്ടിപ്പെരിയാർ വഴി അതുവഴിയൊക്കെ നമ്മുടെ ഈ ഒരു
ടൈഗർ റിസർവിനകത്തോട്ട് എത്തുന്ന ഒരുപാടധികം ജീപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുറച്ചു ദൂരം ഇങ്ങനെ പോയപ്പോൾ തന്നെ അധികം മൃഗങ്ങളെയൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ നേരെ സ്പീഡിന് പോവുകയാണ്. അപ്പോൾ ഈ ഒരു 18 കിലോമീറ്ററുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കാടുകളാണ്. വേറെ സിറ്റിയോ ഒന്നുമില്ല, മൊത്തം ഇരുണ്ട കാടുകളാണ്. നമ്മൾ ഈ ഒരു റൂട്ട് പോകുമ്പം കുറച്ച് ഇടയ്ക്ക് വെച്ച് നമുക്ക് കുറച്ച് ട്രൈബൽ സെറ്റിൽമെൻ്റൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നതും അവരുടെയൊക്കെ വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ വനദേവതാ സങ്കല്പത്തിലുള്ള കളങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ റൂട്ട് പോകുമ്പോൾ. രാവിലെ നമ്മളങ്ങനെ വണ്ടിപ്പെരിയാറിന്ന് ഗവി പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയതൊരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു ഏരിയ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഒരു വ്യൂ പോയിൻ്റ്. ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ രാവിലെ വന്ന് കിടക്കുകയാണ്. രാവിലെ അത്യാവശ്യം വണ്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു വണ്ടിയൊക്കെ എത്തിയിട്ട് അത്യാവശ്യം എല്ലാവരും ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് കാണുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റോട്ടിലൂടെയാണ് നമുക്ക് ഗവിക്ക് പോകേണ്ടത്. നമ്മൾ കാട്ടിനുള്ളിലൂടെ വണ്ടിയൊക്കെ ഓട്ടിച്ച് വന്ന് നമ്മൾ ഗവി 6 ഡാമിൻ്റെ ഇവിടെയാണ് കേട്ടോ. ഈ ഒരു പാക്കേജ് തുടങ്ങുന്ന ബുക്കിംഗ് കേന്ദ്രം എല്ലാം ഇവിടെയാണ്, ഗവി ട്രക്കിങ്ങിൻ്റെ. അപ്പോൾ നമ്മുടെ ജഗദീശനൊക്കെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗവിയിലോട്ടുള്ള ട്രക്കിംഗ് അല്ലാതെ ഇവിടുത്തെ ടൂറിസത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള ട്രക്കിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഗവിയിലേക്ക് പാക്കേജ് എടുത്ത് വരുന്നവർക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഫുഡാണ് 3 നേരം ഉള്ളത്. അപ്പോൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമുക്കിവിടെ വന്നപ്പോൾ കിട്ടിയത്. കഴിച്ചിട്ടാണ് ട്രക്കിംഗ് തുടങ്ങുന്നത്. രാവിലെ തന്നെ നമ്മുടെ ഗവിയിലെ ട്രക്കിംഗ് അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വഴിയാണ് കേട്ടോ നമ്മൾ ട്രക്കിംഗ് വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് കാട്ടിനകത്തൂടെയാണ് കേട്ടോ ട്രക്കിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ ആ ഒരു ആനയുടെ അസ്ഥികൂടം അതൊക്കെ കണ്ടത്. അവിടെ നിന്ന് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കാട്ടിനുള്ളിലൂടെ പോവുക. ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫെൻസിങ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഇതിനകത്തുകൂടെയാണ് കേട്ടോ നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ, ആ ഒരു സ്പോട്ടിലാണ് 2014 ഈ പുല്ലുമേട് ദുരന്തമൊക്കെ നടന്നിട്ട് ഏകദേശം ഒരു 100-ലധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പുല്ലുമേട് ദുരന്തം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇങ്ങോട്ട് കാണുന്ന ഈ ഒരു മലയ്ക്ക് മുകളിൽ വെച്ചിട്ടാണ് ജയൻ രവിയുടെ ഒരു സിനിമ പിടിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് പുല്ലുമേട്, പിന്നെ പൊന്നമ്പലമേട്, അങ്ങനെയുള്ള കുറേ പുല്ലുമേടുകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും കുറച്ചതിൻ്റെ നല്ല വ്യൂകളൊക്കെ നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അത്തരത്തിൽ നമുക്ക് എത്തിക്കാൻ കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല പുല്ലുമേടുകളൊക്കെയാണ് ഇങ്ങോട്ട് കാണുന്നത്. കുറേ ഇങ്ങനെ പുല്ലുമേടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. പേരാൻമ എന്നൊരു സിനിമ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ മലയ്ക്ക് മേളിലാണോ? അതുകൊണ്ടാണ് ഇത് പേരാൻമ മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഈ കാണുന്നത്. പേര് മാറ്റി വെക്കും. ഓ, ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇനി ഈ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ നമ്മുടെ ട്രക്കിങ്ങിന് നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ കുറച്ച് ഒരു അടിപൊളി വ്യൂ ഒക്കെ കാണുന്ന സ്ഥലത്ത് നമ്മൾ പോകും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ശബരിമല കാണാൻ പറ്റുമേ. ശബരിമല വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങ് താഴെ കാണുന്ന ആ ഒരു വഴി കൂടെ അങ്ങ് പോയിട്ട് തിരിച്ച് ഇതിലേ കയറി വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും പോയി നോക്കാം, ചിലപ്പോൾ നല്ല സൈറ്റിംഗ് ഒക്കെ കിട്ടും. നമ്മൾ ഈ ഒരു റോട്ടിൽ കൂടെയാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ അക്കരെ പോയി ആ വ്യൂ ഒക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് താഴേക്കാണ് കേട്ടോ ഇറങ്ങുന്നത്, കുഴി പോലുള്ള സ്ഥലത്തേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അങ്ങനെ കറങ്ങി നമ്മൾ വരും. അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങോട്ട് ഇല്ല, അതിൻ്റെ ഇപ്പുറത്ത് ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് കാട്ടാന മണ്ണ് ചവിട്ടിയിട്ടിരിക്കുന്നൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ആനപ്പിണ്ടങ്ങൾ കിടപ്പുണ്ട്. അങ്ങനെ മണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ശബരിമല കാണാൻ പറ്റും. ശബരിമലത്തെ ഈ പടക്കങ്ങൾ പൊട്ടിക്കുന്നതിൻ്റെ ശബ്ദം അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ നല്ല ആനയുടെ മൂത്രത്തിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ഇപ്പം നടന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നിന്ന് അക്കരെ ആണ് പുല്ലുമേടാണ് കേട്ടോ അക്കരെ കാണുന്നത്. ശബരിമലയിൽ വെടിപൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്നുണ്ടോ ഈ കാണുന്നത് ഒരാനത്താരയാണ് ഈ കിടക്കുന്നത്.
വലിയൊരു ആനത്താരയാണ്, പ്രധാനമായിട്ടും ആനകൾ പോകുന്നൊരു പ്രധാന താരയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് നല്ലൊരു കാടുകളൊക്കെയാണ് കേട്ടോ കാണപ്പെടുന്നത്. കുറേ സമയം നമ്മളിങ്ങനെ ഈ നിത്യഹരിത വനങ്ങളിലുള്ളിലൂടെ വന്നിട്ട് ഇപ്പോൾ നമ്മളൊരു തെളിഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പിന്നെയും നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ പവർ സ്റ്റേഷൻ്റെ ലൈനൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമേ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്നിട്ട് കുറച്ച് വ്യൂ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തു നിന്ന് കാണുന്ന മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ അടിപൊളി മലനിരകളൊക്കെയാണ് കാണുന്നത്. നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ശബരിമല സന്നിധാനം ആ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ ഇതിനപ്പുറത്തുള്ളൊരു പുല്ലുമേട്ടിൻ്റെ അവിടെ കൂടെയാണ് ഇറങ്ങിപ്പോയത്. തിരിച്ച് നമ്മൾ അവിടെ നിന്ന് ഈ ശബരിമലയൊക്കെ കണ്ട ആ ഒരു ഇപ്പുറത്തെ കുന്നുണ്ടല്ലോ, ആ ഒരു കുന്നിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് ജഗദീശണ്ണൻ, വിനീശണ്ണൻ, വിഷ്ണുണ്ണൻ, രാധാകൃഷ്ണ മാമൻ എല്ലാവരും തേരിയേറി നടക്കുകയാണ്. അത്യാവശ്യം നല്ല കയറ്റമാണ് ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറാനുള്ളത്. നമുക്കിന്ന് പറയത്തക്ക ആനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടിയില്ല, ഇനി ചിലപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലേക്ക് ഇറങ്ങി ഇതിലാണ് കേട്ടോ കയറി വന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണുന്നത് വേണ്ട, ഇവിടുത്തെ വ്യൂ ഉണ്ട്, അടിപൊളിയാണ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ അപ്പുറത്തുനിന്ന് കണ്ടത്. ഈ ഭാഗത്ത് ഫ്രണ്ടിൽ അവിടെ കാണുന്നതാണ് സന്നിധാനം. അപ്പം നമ്മൾ ഈ ഒരു കുന്നിലെത്തിയിട്ടുണ്ട് തിരിച്ച്. എന്തായാലും സന്നിധാനത്തിൻ്റെ ഒരു വ്യൂ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാവേ. പുല്ലൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഇവിടെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ നല്ല പാറാക്കൂട്ടങ്ങളും മലനിരകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ ആയിട്ട് BSNLൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടല്ലോ, സാറ്റുറേഷൻ പ്രോജക്റ്റ് മൊബൈൽ ടവർ അവിടെ കാണുന്നുണ്ട്. നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ അടിപൊളിയാണ് കേട്ടോ. ട്രക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു ട്രക്കിംഗ് അല്ല. ഇന്നലെ നമ്മളെ ട്രക്കിംഗ് അല്ല, വലിയൊരു ട്രക്കിംഗ് എന്നല്ല, അത്യാവശ്യം ചെറിയൊരു ട്രക്കിംഗ് ആണ്. ഏകദേശം ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രക്കിംഗ് കുറച്ചും കൂടെ കാണുമായിരിക്കും. എന്തായാലും നമ്മുടെ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചതിന് ശേഷം ബാക്കിയുള്ള ട്രക്കിംഗ് നമുക്ക് പിന്നെയും തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ആ കാട്ടിനകത്തൂടെയാണ് കേട്ടോ ഇറങ്ങുന്നത്. പിന്നെ ഈ ഒരു ട്രക്കിങ് പോകുന്നത് മീനാർ ഡാം എന്ന് പറയുന്ന ഈ ഒരു റൂട്ടിലൂടെയാണ് കേട്ടോ. മീനാർ ഡാം 1, 2 2 ഡാമുണ്ട് കേട്ടോ. മീനാർ 1ഉം 2, അപ്പോൾ 2 ഡാമുകളാണുള്ളത്. നമുക്കത് കഴിഞ്ഞ് ഈ റോട്ടിൻ്റെ ഈ വലതേ ഭാഗത്ത് താഴെ കാണുന്നത് ഏലത്തിൻ്റെ കൃഷികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് താഴോട്ട്. ഇനി ഈ ഒരു ടാറിങ് ഉള്ള റോട്ടിൽ കയറിയിട്ടുണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് താഴെ റിസർവോയർ കാണുന്നുണ്ട്. അത് നമ്മുടെ ഈ ഗവി ഒരു മിനി ഡാമുണ്ട്, ഒരു ചെറിയൊരു ഡാമുണ്ട്. അപ്പോൾ ആ ഒരു ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ തൊട്ട് താഴെ കാണുന്നത്. നമ്മൾ അവിടെയാണ് നമ്മുടെ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്നത്, ഗവി ആ ഡാമിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ. രാവിലെ ഈ കാണുന്ന മുകളിലത്തെ ഈ ഒരു സ്പോട്ടിലൂടെയാണ് പോയത്. തിരിച്ച് നമ്മൾ രാവിലെ ഇങ്ങനെ കയറി പോയിട്ട് ഇതിലെ ഈ റോട്ടിൽ കൂടെയാണ് തിരിച്ച് വന്നത് കേട്ടോ. തിരിച്ച് വന്നിട്ട് നമ്മളിതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അകത്തേക്കാണ് കേട്ടോ നമ്മൾ കയറുന്നത്, ലഞ്ച് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്കുള്ള. ട്രക്കിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് കാണുന്നത് ഗവി ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം നമുക്കിതിനകത്തുകൂടെ ഒരു ബോട്ടിംഗ് ആണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഉള്ളത്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. രാവിലെ പോയിട്ടുള്ള കുറച്ചുപേരൊന്നും എത്തിയിട്ടില്ല. എനിക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട്. ആഹാരമൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പം റിസർവോയറിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത്. റിസർവോയറിൻ്റെ സൈഡിൽ പോയിട്ട് നമ്മൾ 5 പേരാണ് നിലവിലുള്ളത്. അപ്പോൾ 5 പേർക്കും കൂടെ ഇതിനകത്തൂടെ ചെറിയൊരു ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇനിയുണ്ട് കേട്ടോ. ഈ ഗവി ഡാമിലാണ് കേട്ടോ ഈ ഒരു ബോട്ടിംഗ് ഉള്ളത്. അപ്പോൾ താഴെയാണ് ബോട്ടൊക്കെ കിടക്കുന്നത്. അത്യാവശ്യം ഇവിടെ ഒരുപാട് ഇങ്ങനെ ചെറിയ കുഞ്ഞു നമ്മുടെ കയാക്കുണ്ടല്ലോ, അതിവിടെ കിടക്കുന്നുണ്ട്, അത്യാവശ്യമുണ്ട്. അപ്പം ഓരോ വരുന്നവർക്കൊക്കെ അവർക്ക് പാക്കേജിൽ ഇതിലെല്ലാവർക്കും കയറാൻ പറ്റും കേട്ടോ. ഈ ഒരു റിസർവോയറിൽ ഇങ്ങനെ തുഴഞ്ഞ് കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ റിസർവോയർ, ചെറിയൊരു ഡാമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഡാം ഉള്ളത്. അപ്പോൾ ഇവിടെ കയാക്ക് കുറച്ചിങ്ങനെ കിടപ്പുണ്ട്. ഷട്ടർ കാണുന്നില്ല ഡാമിന്റെ. പിന്നെ ഡാം അത് വേറെ ഗവി കക്കി പാക്കേജ് അത് ഇവിടെ തന്നെയാണ്. കയാക്ക് ഇത് അവിടെ കിടപ്പുണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചുമ്മാ ചെറിയ കാടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആറുണ്ട്. ഇതിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് ഈ ഒരു ഡാമിനകത്ത് ഇത്രയും വെള്ളമായിട്ട് കിടക്കുന്നത്. റിസർവോയറിൽ വെള്ളം ഇറങ്ങി കിടക്കുകയാണ്. അപ്പം ഇതാ ഇവിടെ നിന്നൊരു ആറുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ആറുകൾ ഈ ഒരു ഡാമിൻ്റെ. ഒരു അടിപൊളി കാടാണേ. നമ്മളത് അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിനകത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കല്ല് ഇറക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ് നമുക്ക് കാണുന്നത്. എന്തായാലും നല്ലൊരു ശാന്തതയുണ്ട്. നമ്മൾ അത്രയും ചെറിയ
ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല ശാന്തതയും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ഗവി അരുവി വെള്ളച്ചാട്ടം. ഗവി അരുവി വെള്ളച്ചാട്ടം എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു വെള്ളച്ചാട്ടം. നമ്മളിതാ ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോകണം കേട്ടോ. ഇനി നമ്മൾ തിരിച്ചും പിന്നെയും ഗവിയിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ താഴെ നമ്മളെ കയാക്ക് താഴെയുണ്ട് കേട്ടോ, അതിലാണ് ഇനി തിരിച്ച് നമ്മൾ പോകുന്നത്. വെള്ളച്ചാട്ടം കണ്ടിട്ട് പിന്നെയും തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്ന് ഇനി നമ്മൾ ഈ കയാക്കിൽ കയറിയിട്ട് തന്നെ തിരിച്ച് നമ്മൾ അക്കരെ എത്തും. അക്കരെ നമ്മളെ തിരിച്ച് കൊണ്ടുവിടും. തിരിച്ച് കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഗവി പാക്കേജ് കഴിയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു കടുവ ഒരാളെ പിടിച്ച് അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ ഉൾക്കാട്ടിലൊന്നും നമ്മളെ കൊണ്ടുപോയിട്ടൊന്നുമില്ല. നമ്മുടെ ഈ ഒരു കയാക്കിൽ വന്നിട്ടുള്ള ചെറിയ ട്രക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ഇതിനകത്തൂടെ കയറി തിരിച്ച് അക്കരെയാണ് കേട്ടോ പോകുന്നത്, ഗവി ഡാമിൻ്റെ അങ്ങോട്ട്. ഗവിയിലെ ബോട്ടിങ്ങിലാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബ്രോ എങ്ങനെയുണ്ട് ബോട്ടിങ്? അടിപൊളി ബോട്ടിങ്. നമ്മുടെ പളനിസ്വാമിയാണ് ജഗദീഷണ്ണ എങ്ങനെയുണ്ട്? വിനീതണ്ണ ബോട്ടിങ്ങിനെക്കാളും ബോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു മുകളിലെത്താം. അതാണ് ഉള്ളതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സംഭവം. അതെ, അതിൽ കുളിക്കണമെന്നുള്ളവർക്ക് കുളിക്കാം. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലവും കൂടെയാണ്. അടിപൊളി. ഇതാണ് നമ്മുടെ ബോട്ട് ഡ്രൈവർ, നമ്മുടെ പളനിസ്വാമി അണ്ണൻ. അപ്പോൾ നമ്മുടെ ഗവിയിലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5 പേരുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോട്ട് എടുത്ത മാമനുണ്ടായിരുന്നു, കയ്യാക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു ഗവിയിലെ ആ ഒരു ബോട്ടിങ്. കുറച്ച് ദൂരം അങ്ങ് വരെ പോയി, ഒരു 500 മീറ്റർ അപ്പുറം ഇങ്ങനെ പോയിട്ട് നമ്മൾ തിരിച്ച് കയറി വന്നിട്ടുണ്ട്. ഗവിയിലെ ഈ ഒരു ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ തിരിച്ചു പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നത് നമ്മൾ വള്ളക്കടവ് വന്നിട്ടാണ്. അപ്പോൾ അതാ വന്ന വഴിയിൽ കണ്ടതാണ് ഈ ചെറിയ സിംഹവാലൻ കുരങ്ങിനെയൊക്കെ. അപ്പം കുറച്ച് വിഷ്വൽസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫോൺ കംപ്ലൈൻ്റായി അങ്ങനെ നഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.